നന്ദൻ തൊപ്പിയൂരി സീറ്റിലേക്ക് വെച്ചു. ചിരിയോടെ കൈനീട്ടി. മൂന്നാളും ആ കൈക്കുള്ളിലേക്ക് കയറി നന്ദൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. മൂന്നാളെയും ഒരുപോലെ എടുത്ത് ഉയർത്തിയവൻ. അച്ഛനെന്താ വരാഞ്ഞ്? അമ്മ പിണക്ക. വായാടി ദേവനന്ദ വന്നതും തുടങ്ങി. ഇവൾ ശരിക്കും ഇവളുടെ അമ്മ തന്നെ. നന്ദനൊന്ന് നെടുവീർപ്പിട്ട് നേരെ നോക്കി. കയ്യിലുള്ള കുഞ്ഞിനെ പിടിച്ച് ഓടി വരുന്നുണ്ട്. അവിടെ നിർത്തിയാൽ നിൽക്കില്ലല്ലേ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും മൂന്നാളും ചുണ്ടു പിളർത്തി അച്ഛനെ നോക്കി. നന്ദൻ അവളെ നോക്കി നെറ്റി ചുളിച്ചതും അവളൊന്ന് ശാന്തമായി. വന്നേ, അമ്മൂമ്മ അവിടെ ഐസ് വാങ്ങിയിട്ടുണ്ട്. ഞക്ക് വേണ്ട, അച്ഛ വാങ്ങിത്തരും ഞങ്ങൾക്ക്. സൂര്യദേവാണ് മുരട്ടുകൾ മൂന്നാമത്തെ സന്തതി. ഞാൻ പോവാ വാവകളെയും കൊണ്ട്. നിങ്ങൾ വേനൽ വാ. നിങ്ങളുടെ അച്ഛന് ജോലിയെ വലുത്. അവൾ കെറുവയുടെ തിരിഞ്ഞു നടന്നു. ഒക്കിലുള്ള 1 വയസ്സുള്ള ആര്യനന്ദ അച്ഛന് നേരെ കൈനീട്ടുന്നുണ്ടായിരുന്നു. ദേവൂട്ടി. നന്ദൻ്റെ ആ വിളിയിൽ ദേവ് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. കവിൾ വീർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. നന്ദൻ പ്രണയം നിറഞ്ഞ മിഴികളോടെ കെഞ്ചി. ദേവ് തിരിഞ്ഞ് അവനരികിലേക്ക് നടന്നു. എന്താ? ദേവു എങ്ങോട്ടോ നോക്കി. എൻ്റെ മക്കളെവിടെ? നന്ദൻ മൂന്നാളെയും താഴെയിറക്കി. അമ്മയുടെ കയ്യിലുണ്ട്, ഒരാൾ നീതുവിൻ്റെ കയ്യിലും. ദേവു അലസമായി എങ്ങോട്ടോ നോക്കി മറുപടി പറഞ്ഞു. മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. പോകുമ്പോൾ വാങ്ങാം. നരേശേട്ടൻ കാർ കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ധ്രുവിനും കവിനും ദീക്ഷയ്ക്കും ദേവമോൾക്കും എന്തെങ്കിലും വാങ്ങണം. തൊഴുത് കഴിഞ്ഞ് വാങ്ങാം. നന്ദൻ പേഴ്സ് എടുത്തപ്പോൾ ദേവ് തടഞ്ഞു. എൻ്റെ കയ്യിലുണ്ട്. ഓ, വില്ലേജ് ഓഫീസർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ശമ്പളമുണ്ട്. നന്ദൻ കെറുകൂടെ പേഴ്സിൽ നിന്ന് കുറച്ച് കാശെടുത്ത് അവൾക്ക് കൊടുത്തു. ഓ, വാ മക്കളെ. ആര്യ നന്ദയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ദേവ് മക്കളെയും വിളിച്ച് തിരിഞ്ഞു നടന്നു. നന്ദൻ ഒക്കിലിരിക്കുന്ന കുഞ്ഞിന് നേരെ കൈനീട്ടിയെങ്കിലും നിന്റെ അച്ഛൻ ഡ്യൂട്ടിയില്ല എന്ന് കെറുകൂടെ പറഞ്ഞ് അവൾ കുഞ്ഞിനെ തിരിച്ചു പിടിച്ചു. കുഞ്ഞുങ്ങളെയും കൂട്ടിത്തിരിഞ്ഞു പോകുമ്പോൾ നന്ദനെ അവളെ മാത്രം നോക്കി നിന്നു. ദൈവം തന്നിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയ തൻ്റെ പെണ്ണ്. നന്ദനൊന്ന് നിശ്വസിച്ചു. പ്രസവം കഴിഞ്ഞ് കുറച്ച് തടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ നടി നിത്യമേനോൻ്റെ പോലെ. പക്ഷെ ഒടുക്കത്തെ ലുക്കാണ്. നന്ദൻ ചുണ്ടെന്ന് കടിച്ചു ചിരിച്ചു. മക്കളെയും കൂട്ടി ദേവിക്ക് മുന്നിൽ നിന്ന് മിഴികളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് കവിളിലേക്ക് ഒഴുകിയിരുന്നു. ഒരുപാട് അനുഭവിച്ചു, അതുപോലെ സന്തോഷം തന്നു. തൻ്റെ കാലിനോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ദേവ് സന്തോഷത്തോടെ നോക്കി. ഇനിയും ഇതുപോലെ സന്തോഷം മാത്രം നൽകണേ. എന്നെയും നന്ദേട്ടനെയും പിരിക്കരുതേ. നന്ദേട്ടനും മക്കൾക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ. ദേവ് മിഴികൾ തുറന്ന് ദേവിയെ നോക്കി. അവിടെ നിറഞ്ഞ പുഞ്ചിരിയുണ്ട്. മക്കളെയും അമ്മയും നീതുവിനെയും കൂട്ടി അമ്പലത്തിലേക്ക് ഇറങ്ങി. മക്കളെയും കൊണ്ട് ഓരോന്നിനും വില ചോദിക്കുന്നവളെ നന്ദൻ കണ്ണിമയ്ക്കാതെ നോക്കി. ആത്മഹത്യ ചെയ്യാൻ തോന്നിയ നിമിഷങ്ങൾ. ആശുപത്രി കിടക്കയിൽ ജീവച്ചമായി കിടക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ എത്ര വട്ടം ഹൃദയം തകർന്നു കരഞ്ഞിട്ടുണ്ട്. ദീപക്കിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അന്ന് അവനെ കുറെ ഉപദ്രവിച്ചു. പക്ഷെ അവൻ്റെ അച്ഛനും അമ്മയും കേസൊതുക്കി. മകന് മെൻ്റലാണെന്ന് പറഞ്ഞു. പക്ഷേ SI അതിൽ തന്നെ പിടിച്ചു കയറി. ഇപ്പോഴും തലയ്ക്ക് ഷോക്കേറ്റ് മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഇരുട്ടിൽ അവനുണ്ട്, തികഞ്ഞ ഭ്രാന്തനായി. പക്ഷേ അന്ന് തൻ്റെ ദേവു തന്നെപ്പോലെ അറിയാതെ കിടക്കുന്നവൾ, ഉണ്ണാതെ ഉറങ്ങാതെയും കാവലിരുന്ന അവളെ താൻ തന്നെ നോക്കുമെന്ന് വാശിയായിരുന്നു. കണ്ണുപോലും അനക്കാതെ കിടക്കുന്നവളിൽ ഒരു ചലനമെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ കുറച്ചുനാൾ. എന്നാൽ SI സാർ ഉപദേശിക്കും വരെ കയ്യിൽ 5 രൂപ പോലും തികച്ചില്ലെന്ന് ഓർമ്മ വന്നപ്പോൾ കൂടെ നിന്ന ദർശനും ദേവും അമ്മയും ദേവുവിനെ മാലിന്യമ്മയെ ഏൽപ്പിച്ച് വീണ്ടും SI ടെസ്റ്റിന് പോയി. ടെസ്റ്റ് പാസ്സായി ട്രെയിനിങ്ങിൽ പോകുമ്പോഴായിരുന്നു ദേവുവിൻ്റെ ശരീരത്തിലെ ചെറിയ ചലനങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നത്. SI സാറിൻ്റെ റെക്കമെൻഡേഷൻ കാരണം അടുത്തു തന്നെ ട്രെയിനിങ്ങും. ദേവുവിൻ്റെ അവസ്ഥ കാരണം ആരോടും മിണ്ടാതെയായി. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത സ്റ്റേഷനിലും. പിന്നെ തൻ്റെ ക്യാരക്ടർ പോലും അങ്ങനെയായി. ദിവസത്തിൽ പോയി വരാവുന്ന ദൂരം. ദിവസം ആളോട് സംസാരിക്കും. പോകുന്നതിന് മുമ്പും പോയി വന്നും. ഒരു ദിവസം ജോലിക്കിടയിൽ അമ്മയുടെ കോൾ വന്നു. ശ്വാസം അടക്കി പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കണ്ടത് ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന പെണ്ണിനെയായിരുന്നു. അന്ന് ഓടിച്ചെന്ന് അവളെ വാരിപ്പുണർന്നു. എത്ര നേരം കരഞ്ഞെന്ന് ഇന്ന് ഓർമ്മയില്ല. അവളും കൂടെ കരഞ്ഞു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും പതിയെ പതിയെ തൻ്റെ കൈപിടിച്ച് അവൾ നടക്കാൻ തുടങ്ങി. മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോയ നിമിഷം. കാവിലെ ഭഗവതി എൻ്റെ പ്രാർത്ഥന കേട്ട നിമിഷം. 1 വർഷത്തിനുള്ളിൽ അവൾ പഴയപടിയായി മാറാൻ തുടങ്ങിയിരുന്നു. ഡേവിൻ ഡോക്ടർ ഒരിക്കൽ പറഞ്ഞ വാചകമുണ്ട്, മെഡിക്കൽ സയൻസ് തോറ്റുപോയത് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിലാടോ എന്ന്. തളർന്നിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ തൻ്റെ കൂടെ ജീവിക്കണമെന്നുള്ള അതിയായ മോഹം. താൻ സംസാരിക്കുമ്പോൾ മറുപടി പറയാൻ വെമ്പുന്ന നാവ്, തന്നെ ഒന്ന് തലോടാൻ ശ്രമിച്ച കൈവിരലുകൾ. അവൾ പലവട്ടം ശ്രമിച്ചു നോക്കി. ആ ശ്രമമാണ് പൂർണ്ണ ആരോഗ്യവതിയായ ദേവു ഇന്ന് ഇങ്ങനെ നിൽക്കാൻ കാരണം. ദേവുവിൻ്റെ അച്ഛൻ മരിക്കും മുമ്പ് സ്വത്തുക്കൾ 2 ആയി ഭാഗിച്ചിരുന്നു. അതിൽ പ്രകാരം മാലിനിയമ്മ പഴയ വീടിന് പകരം പുതിയ വീട് വെച്ചു തരുമ്പോൾ
ഒരുപാട് എതിർത്ത് നോക്കിയെങ്കിലും ഇത് അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞു. ദർശനും ചിരിയോടെ തോളോട് ചേർന്ന് നിന്നിരുന്നു. പാലുകാച്ചലിൻ്റെ അന്നാണ് ദേവുവിനൊരു ഛർദി. ലോകം വെട്ടിപ്പിടിച്ച സമയം. ലോകത്തെ ഏറ്റവും സന്തോഷവാൻ താനാണെന്ന് തോന്നിയ നിമിഷം. 2 വാവകളെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ മൂന്നാമതൊരു വാവയെ കൂടി തന്നപ്പോൾ ദൈവത്തിന് വീണ്ടും നന്ദി പറഞ്ഞു കഴിഞ്ഞിരുന്നു. കരഞ്ഞു പോയെന്ന് പറയാം. അനാഥനായി നിന്നവന് ഒരു രക്തബന്ധം. ബ്രഹ്മദേവ്, ദേവനന്ദ, സൂര്യദേവ്, ആര്യനന്ദ, ശിവദേവ്, കൃഷ്ണദേവ്. മക്കൾക്കൊക്കെ ദൈവങ്ങളുടെ പേര് വേണമെന്ന് അവളുടെ ഒരു വാശി. കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് തികയുമ്പോൾ വീണ്ടും അച്ഛനായി. സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഹൃദയം തനിക്ക് മാത്രമാണെന്ന് അഹങ്കരിച്ചു പോയി. അതായിരുന്നു അവസ്ഥ. പിന്നെ 2 കുറുമ്പന്മാരും ഒരു കുറുമ്പിയും, 6 മക്കളും തൻ്റെ ദൈവവും. ഉറങ്ങുന്ന കുഞ്ഞിനെ തോളിലിട്ട് അവൾ വീണ്ടും വന്നു. ഇപ്രാവശ്യം നീതുവിൻ്റെയും നരേശിൻ്റെയും ദേവാംശി ദേവുമോള് ആയിരുന്നു വാല്. അവൾക്ക് 4.5 വയസ്സുണ്ട്. ഞങ്ങൾ ഏട്ടൻ്റെ അവിടേക്കാ. വേളിക്കൊണ്ട് ദേവുവിൻ്റെ മുഖം ഒന്നോട് ചുവന്നിട്ടുണ്ട്. നന്ദൻ ഒന്ന് മൂളി. ശിവദേവിൻ്റെ തലയിലൂടെ തലോടി. നന്ദേട്ടൻ ഉച്ചയ്ക്ക് വരില്ലേ? ദേവ് പ്രതീക്ഷയോടെ നോക്കി. നോക്കട്ടെ. ദേവ് മുഖം വീർപ്പിച്ചു. അറിയാം വരില്ലെന്ന്. തിരിഞ്ഞു നടക്കുമ്പോൾ കുളിപ്പിന്നലിട്ട മുടി നിതംബം വരെ മറച്ചു കിടന്നിരുന്നു. അവളുടെ നടത്തത്തിനനുസരിച്ച് മുടി 2 ഭാഗത്തേക്കും ആടിക്കളിക്കുന്നുണ്ട്. ദേവ് കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് സ്നേഹം വന്നത്. വേഗം അടുത്ത് വന്ന് വിശേഷങ്ങൾ ചോദിച്ചു. കാർ മുന്നോട്ടെടുക്കുമ്പോൾ ദേവ് തലയിട്ട് പുറത്തേക്ക് നോക്കി. നന്ദൻ്റെ അടുത്തേക്ക് സ്നേഹയും മോളും പോകുന്നുണ്ട് എന്ന് നോക്കി. കണ്ണൊന്ന് ചുരുങ്ങി. പരട്ട പോലീസ്. നന്ദൻ ഒരു പുഞ്ചിരി മാത്രം നൽകിയപ്പോൾ സ്നേഹയും അമ്പലനടയിലേക്ക് കയറി. അറിയാം, സ്നേഹയുടെ മനസ്സിലിപ്പോൾ ഒന്നുമില്ല. പക്ഷേ കാണുമ്പോൾ അങ്ങനെയല്ല. എന്തോ ഒരു ദേഷ്യം, കുശുമ്പ് എല്ലാം കടന്നു വരും. മക്കളൊക്കെ ഉറക്കം തൂങ്ങി തുടങ്ങി. ഇനി അവിടെ എത്തി കഴിപ്പിക്കണേൽ ചില്ലറ പണിയല്ല. ദേവ് സീറ്റിലേക്ക് ചാരി. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ സ്നേഹ നന്ദനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ദേവുവിൻ്റെ അന്നത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു. ദേവു ഇല്ലാതായാൽ ആ സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് അമ്മ സ്വപ്നം കണ്ടു. എന്നാൽ ദേവു എഴുന്നേൽക്കുന്നത് കാണാൻ പോലും നിൽക്കാതെ അമ്മ പോയി. പുറകെ അച്ഛനും. അമ്മ പ്രസവിക്കില്ലെന്ന് പറഞ്ഞ ദേവു ഇന്ന് നന്ദൻ്റെ 6 മക്കളുടെ അമ്മയാണ്. അവളെ കണ്ടാൽ പറയില്ല 6 പെറ്റെന്ന്. ഉള്ളിലെവിടെയോ ഒരു കുശുമ്പ് നാമ്പിട്ടു. തനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, കുറേ മക്കൾ വേണമെന്ന്. സ്നേഹ പിന്നെ ഒന്നും ഓർക്കാൻ നിൽക്കാതെ തലകുടഞ്ഞു. വേഗം മകളുടെ കൈപിടിച്ച് തിരക്കിലേക്ക് ഇറങ്ങി. അവർക്ക് സുരക്ഷ പോലെ ദിനേശ് പുറകിലും. നന്ദനെ തിരിഞ്ഞു നോക്കാൻ പോലും കഴിയുന്നില്ല. പഴയതൊക്കെ ഓർക്കുമ്പോൾ നല്ലൊരു ജീവിതം എങ്ങനെ നശിപ്പിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് താൻ. ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നന്ദൻ. ദിനേശ് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. കൂടെയുള്ള കോൺസ്റ്റബിൾമാർക്ക് എന്തൊക്കെയോ നിർദ്ദേശം കൊടുക്കുന്ന നന്ദൻ. ഇങ്ങനെയാവണം ജീവിക്കേണ്ടത്, ഇങ്ങനെയാവണം ആണുങ്ങൾ. തോറ്റുപോയവനെ പോലെ തല കുനിച്ചുകൊണ്ട് ദിനേശ് അവരുടെ പുറകെ നടന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഊണ്. ദേവു നന്ദനെ വല്ലാതെ മിസ് ചെയ്തു. ഇതിപ്പോൾ ശീലമായി. ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ കുടുംബത്തെക്കാളും വലുതാണ് ജോലി. ചെറിയ 3 നല്ല കരച്ചിലാണ്. മൂത്തോർ മുറ്റത്ത് കളിക്കുന്നുണ്ട്. ദേവു 3 പാല് കൊടുത്തുറക്കി. മൂത്തോർക്ക് ഇപ്പോൾ ഒന്നും ഉറക്കമില്ല. ലാവണ്യയുടെയും കണ്ണൻ്റെയും കല്യാണം അടുത്ത ഞായറാഴ്ചയാണ്. ദർശൻ ചേട്ടനും നരേഷ് ചേട്ടനും കൂടിയാണ് എല്ലാത്തിനും ഓടി നടന്നത്. അപ്പോഴും നന്ദേട്ടന് ലീവില്ല. ഇനി കല്യാണത്തിന് മാത്രമേ ലീവുള്ളൂ. കണ്ണൻ ഗൾഫിലാണ്. പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. 2 വർഷം കൂടുമ്പോൾ വരുന്നുണ്ട്. രാത്രി വെജിറ്റബിൾ മസാലക്കറിയിൽ ദേവു ഒന്നുകൂടെ ഉപ്പ് നോക്കി. പാകമാണ്. ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ കുഞ്ഞുങ്ങളുടെ ഒപ്പമുണ്ട്. ചെറിയവർ വന്നപ്പോൾ മൂത്തവർ ഒതുങ്ങിയെന്ന് വേണം പറയാൻ. ഒന്നിനും വാശിയില്ലാതായി. എന്നാൽ അതിൻ്റെയൊക്കെ ഇരട്ടിയാണ് ചെറിയവർ. ആര്യമോളാണ് കൂടുതൽ. നല്ല വാശിയാണ്. അച്ഛനെന്ന് വെച്ചാൽ ജീവൻ കളയും. ആര്യയ്ക്കും ദേവനന്ദയ്ക്കും അച്ഛൻ മതി. സമയം 7 മണിയായപ്പോൾ തന്നെ മുറ്റത്ത് ബുള്ളറ്റ് വന്ന് നിന്നു. ആ പാടത്ത് തന്നെ തോടിൻ്റെ അടുത്തുള്ള 2 നില വീട്. മുകളിൽ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ മാത്രം അവിടെ കിടക്കും. ദേവുവിൻ്റെ വാശിയാണ്. മക്കൾ 6 ഓരോരുത്തർക്കും ഓരോ മുറി വേണ്ടെങ്കിലും 2 ആൾക്കെങ്കിലും ഒരു മുറി വേണ്ടേ? തർക്കിക്കാൻ നിന്നില്ല. ജയിക്കില്ലെന്ന് നന്നായി അറിയാം. ഇല്ലെങ്കിൽ വാശി പിടിച്ചാണെങ്കിലും അത് നടത്തിയെടുക്കും. അമ്മയുടെ സ്വഭാവം തന്നെയാണ് കുഞ്ഞോൾ ആര്യമോൾക്കും. വാശി. ചാവി കറക്കി അകത്തേക്ക് കയറുമ്പോൾ 2 ഓടി വന്നു. പോക്കറ്റിൽ നിന്ന് ദേവു കാണാതെ മിഠായി എടുത്തു കൊടുത്തു. കണ്ടാൽ അപ്പോൾ തുടങ്ങും. മൊത്തം പുഴുപ്പല്ലാണ്. 2 പോയിട്ടും ദേവനന്ദ അവിടെ തന്നെ നിന്നു. നന്ദൻ കുനിഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഉയർത്തി. അമ്മ വയക്കാ. അച്ഛൻ വൈകി. നന്ദൂട്ടി പറഞ്ഞു. അമ്മ തല്ലോ? തല്ലിയാൽ അച്ഛൻ്റെ തോക്ക് വെച്ച് വെടിവെക്കി. അയ്യോ അതൊന്നും വേണ്ട. അമ്മ പാവല്ലേ. കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ച് താഴേക്കിറക്കി. പാടത്തിനപ്പുറം കേൾക്കാം ഇവിടുത്തെ ഒച്ച. അച്ഛാ, ഇന്ന് ഡിഷും ഇടിച്ച. ഹാളിലെ സെറ്റിയിലിരിക്കുന്ന മൂത്തവനാണ്. ബ്രഹ്മദേവാണ്.
ഞങ്ങളുടെ പൊന്നുട്ടൻ. കള്ളന്മാരെ വെടിവെച്ച അച്ഛ. ഇളയത് സൂര്യദേവ് കുഞ്ഞൻ. പിന്നെ ഇന്ന് എല്ലാ കള്ളന്മാരെയും ഇടിച്ചിട്ട് വെടിവെച്ചു. നന്ദൻ ചെക്കന്മാരുടെ അടുത്തേക്കിരുന്ന് പറഞ്ഞതും അടുക്കളയിൽ ഒരു പാത്രം വീണുടഞ്ഞതും ഒപ്പമായിരുന്നു. നന്ദൻ വേഗം എഴുന്നേറ്റു. അച്ഛൻ കുളിച്ചു വന്നിട്ട് ബാക്കി കഥ പറയാം. മൂന്നാളെയും ചുംബിച്ചുകൊണ്ട് അവൻ വേഗം മുറിയിലേക്ക് നടന്നു. മുറിയിൽ ചെന്ന് വേഗം കുളിച്ച് ഡ്രസ് മാറി. ഹാളിനേക്കാളും വലിപ്പമുണ്ട് മുറി. മക്കളും ദേവും നന്ദനും ഈ മുറിയിലാണ്. അമ്മയുടെ മുറിയിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ഒച്ച കേൾക്കാം. നന്ദൻ മാലിനിയുടെ മുറിയിലേക്ക് ചെന്നു. വലിയൊരു ടിവിയിൽ പെപ്പ പിഗ് കാണുന്നുണ്ട്. കാർട്ടൂൺ തന്നെ സദാസമയവും. ഡോർമെല്ലെ തുറക്കുമ്പോൾ മൂന്നാളും പെടിക്കിടക്കുന്ന ടോയ്സ് എടുത്ത് കളിക്കുകയാണ്. രണ്ടു വശത്തും തലയണം വെച്ചിട്ട് മാലിനി ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. മോൻ എപ്പോൾ വന്നു? മാലിനി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എത്തിയേ ഉള്ളൂ അമ്മേ. ഞാൻ ദേവുവിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. മക്കളെ ഒന്ന് നോക്കി. ഡോർ അതുപോലെ തന്നെ ചാരി. സൗണ്ട് കേട്ടാൽ പിന്നെ മക്കളെ എടുത്ത് കളിപ്പിക്കണം. ഇപ്പോൾ അതിന് സമയമില്ല. സിങ്കിലേക്ക് വലിയ ഒച്ചയോടെ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ പിന്നിൽ നിന്നവൻ്റെ സാമീപ്യം അവൾ മനസ്സിലാക്കിയിരുന്നു. ദേവൂട്ടി, ഒരു മിസ്സിംഗ് കേസ് വന്നടി. ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി. വിശക്കുന്നുണ്ട്, ദേവു ഗൗരവത്തോടെ പറഞ്ഞു. നന്ദൻ വേഗം മാറി നിന്ന് കുഴിച്ചു വെച്ച മാവെടുത്ത് ഓരോ ഉണ്ടയാക്കി ചപ്പാത്തി പരത്തി ഓരോന്നായി ചുട്ടെടുത്തു. പാത്രം കഴുകുമ്പോൾ ദേവു അറിയാതെ പോലും ഒന്നും നോക്കിയില്ല. പെണ്ണിനൊരു മാറ്റവുമില്ല. കുറച്ചുരുണ്ടു. പക്ഷെ ചന്തം അങ്ങ് കൂടി. ചില സമയത്ത് കവിളൊക്കെ വീർപ്പിക്കുമ്പോൾ നോക്കി അങ്ങ് ഇരുന്നു പോവും. വായി നോക്കി കഴിഞ്ഞെങ്കിൽ അതെടുത്തോ. ദേവു കരിഞ്ഞുപോയ ചപ്പാത്തി ചൂണ്ടി. നന്ദൻ ഞെട്ടലോടെ വേഗം അതെടുത്ത് മാറ്റിവെച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അമ്മ മാത്രം ചെറിയവരെ നോക്കിയിരുന്നു. അമ്മ എപ്പോഴും അവസാനമേ കഴിക്കൂ. അമ്മയെ കണ്ടാൽ പറയില്ല 7 പേരക്കുട്ടികളുണ്ടെന്ന്. ദേവു ഒന്ന് നെടുവീർപ്പിട്ടു. രാത്രി കിടക്കുമ്പോൾ ദേവനന്ദ നന്ദൻ്റെ നെഞ്ചിലേക്ക് കയറിക്കിടന്നു. അവൾക്ക് എപ്പോഴും അച്ഛൻ്റെ നെഞ്ചിൽ കിടന്നാലേ ഉറക്കം വരൂ. ബാക്കി രണ്ടാളും നന്ദൻ്റെ ഇരുവശത്തുമുണ്ട്. ആദ്യമൊക്കെ അമ്മ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച മക്കളാണ്. ഇപ്പോൾ വാവകൾ വന്നപ്പോൾ അവരായിട്ട് തന്നെ മനസ്സിലാക്കി ഒതുങ്ങി. ദേവുവിൻ്റെ താരാട്ടുപാട്ട് ഇപ്പോഴും ഉയർന്നു കേൾക്കാം. രണ്ടാൾ ഉറങ്ങിയിട്ടുണ്ട്. കൃഷ്ണദേവ്. കിച്ചൂട്ടിന് ഉറങ്ങാൻ നല്ല പാടാണ്. അവന് അരമണിക്കൂർ കയ്യിൽ കിടത്തി പാടണം. മിഴികൾ മെല്ലെ അടഞ്ഞു പോകുമ്പോൾ അവൾ ക്ലോക്കിലേക്ക് നോക്കി. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. കിച്ചുവിനെ മെല്ലെ കിടത്തി അവളും കിടന്നു. ദേവൂട്ടി. കണ്ണിന് മുകളിൽ കൈവച്ചുകൊണ്ട് അവളൊന്ന് മൂളി. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വരാൻ നിന്നതാ. അപ്പോഴാ മിസ്സിംഗ് കേസ് ഒന്ന് വന്നത്. അടുത്ത ആഴ്ച കണ്ണൻ്റെ വിവാഹമാ. ഓർമ്മയുണ്ടോ? അന്നും ഇങ്ങനെയാവോ? ഇല്ലടി, സത്യം. നന്ദൻ നന്ദൂട്ടിയെ നേരെ കിടത്തി എഴുന്നേറ്റു. ദേവു കിടന്നതും ഉറങ്ങിപ്പോയിട്ടുണ്ട്. പാവം, നല്ല ക്ഷീണമുണ്ട്. അധികം ഒന്നും പരാതി പറയുന്നില്ല. അറിയാം, 100 പരിഭവങ്ങളുണ്ട് അവൾക്ക്. മക്കളെയെല്ലാം നോക്കുമ്പോൾ മനസ്സ് വല്ലാതങ്ങ് നിറയും. എല്ലാവരും പറയുന്ന പോലെ ഒരു ചെറിയ അംഗൻവാടിയാണ്. നന്ദൻ കുഞ്ഞുങ്ങളെ ഒരു വശത്തേക്ക് കിടത്തി ചെറിയവരുടെ അടുത്തേക്ക് കിടന്നു. പൊന്നുട്ടി ഉറക്കത്തിൽ നല്ല ചവിട്ടാണ്. അടുത്ത് കിടക്കുന്നത് ശിവദേവ് എന്ന തക്കുടുവാണ്. മെല്ലെ ഒന്ന് അനങ്ങിയാൽ എഴുന്നേറ്റ് കരയും. അതാണ് മുതൽ. നന്ദൻ 2 കൈ നിവർത്തി വെച്ച് 6 തലയിലൂടെ ഒന്ന് തഴുകി. ഞായറാഴ്ച കണ്ണൻ്റെയും ലാവണ്യയുടെയും വിവാഹമാണ്. നന്ദനൊരു റോയൽ ബ്ലൂ കളർ ഷർട്ടും വെള്ളമുണ്ടുമാണ്. മക്കളും അതേ കളർ തന്നെ. എവിടെയെങ്കിലും ഓടിപ്പോയാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ കളർ കോഡ്. കെട്ടുകൾക്ക് ബുദ്ധി കൂടുതലാണ്. നന്ദൻ്റെ കയ്യിൽ ആര്യമോളും മാലിനിയുടെയും ദേവുവിൻ്റെയും കയ്യിൽ തക്കുടും കിച്ചൂട്ടനുമാണ്. ദേവു നീലയും മഞ്ഞയും കലർന്ന ഒരു പട്ടുസാരിയാണ് ഉടുത്തിരിക്കുന്നത്. പ്രസവത്തിന് ശേഷം എല്ലാവർക്കും മുടി പോകുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ദേവുവിന് പഴയതിനേക്കാളും മുടി കൂടുതലുണ്ട്, കാൽമുട്ട് വരെ. എല്ലാ പെണ്ണുങ്ങളും അവളെ നോക്കി നിൽക്കുന്നേ കാണാം. എല്ലാവർക്കും ഒരു ബഹുമാനമാണ്. നന്ദനും ദേവും അമ്പലത്തിൽ തൊഴുതുമ്പോൾ പൂജാരി വന്ന് പ്രസാദം തന്നു. പൂജാരി നന്ദനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അന്ന് പുച്ഛിച്ച പലരും തന്നെ ബഹുമാനത്തോടെ നോക്കി. തിരക്കിനിടയിൽ വഴുതരുന്ന കണ്ട് നന്ദൻ ആകെ വീർപ്പുമുട്ടി. ഒരു പുഞ്ചിരി തിരികെ നൽകി. എല്ലാത്തിനും കാരണം ദേവുവാണ്. കുടിച്ച് എങ്ങനെ നടന്ന ഞാനാ. അടിമുടി എന്നെ മാറ്റി നല്ലൊരു സർക്കാർ ജോലിയും കയ്യിൽ വെച്ച് തന്നു. നന്ദേട്ടൻ ആര് വായി നോക്കി നിൽക്കുക? നന്ദൻ ഞെട്ടി. സത്യം പറഞ്ഞാൽ അവളെ തന്നെ വായി നോക്കി നിന്നതാ. ആരെങ്കിലും കണ്ടോ ആവോ? സ്വന്തം ഭാര്യ അമ്പലത്തിൽ വെച്ച് വായി നോക്കുന്ന ഏക പോലീസുകാരൻ ഞാനായിരിക്കും. ദേ, ആശാൻ വിളിക്കുന്നു. നന്ദൻ ആശാന്റെ അടുത്തേക്ക് തിരിഞ്ഞു നടന്നു. താലി കെട്ടാൻ കാവിലമ്മയുടെ തിരുനടയിലേക്ക് കണ്ണനും ലാവണ്യയും നിന്നു. പൂജാരി നീട്ടിയ താലി ലാവണ്യയുടെ കഴുത്തിൽ ചാർത്തുമ്പോൾ കണ്ണൻ നോക്കിയത് നന്ദനെയാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നുണ്ട്. ആശാൻ കണ്ണൻ്റെ കയ്യിലേക്ക് ലാവണ്യയുടെ കൈയും വെച്ചു. സദ്യക്ക് ഇരിക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരുന്നു. നന്ദൻ മോളെ തോളിലിട്ട് കണ്ണൻ്റെ അടുത്തിരുന്നു. നന്ദേട്ടൻ ഇന്നലെ എന്താ വരാഞ്ഞ്? കണ്ണൻ ചോദിച്ചു. തിരക്ക്. ഞാൻ പറയണ്ടല്ലോ നിന്നോട്. ഞാൻ കുറേ നോക്കി, കണ്ണൻ പരിഭവത്തോടെ പറഞ്ഞു. നന്ദൻ ചിരിച്ചു.
ഇവൻ ഇപ്പോഴും തൻ്റെ നേരിൽ നിന്ന് മാറാത്ത ആ കണ്ണൻ തന്നെയാണ്. നിന്റെ വയറൊക്കെ ചാടിയല്ലോ, കുറച്ചു നേരത്തെ വിവാഹം കഴിക്കാമായിരുന്നു, ശ്രുതി പറഞ്ഞു. ഞാൻ പറഞ്ഞതാ നന്ദേട്ടനാ, നല്ലൊരു സമ്പാദ്യമായിട്ട് മതിയെന്ന് പറഞ്ഞത്, കണ്ണൻ പറഞ്ഞു. നന്ദൻ പറഞ്ഞത് ശരിയാ, അത് നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും, സുനി പറഞ്ഞു. നന്ദൻ ചിരിച്ചേ ഉള്ളൂ. ദേവുവിനെ വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാത്തതിന് അന്ന് കുറ്റബോധം തോന്നിയതാണ്. പക്ഷേ ഇന്നതില്ല. ദിനേശ് അല്പം മാറി അവരോടൊപ്പം തന്നെയുണ്ട്. ദിനേശ് മാത്രമേ ഇപ്പോൾ ആശാന്റെ കൂടെ പോകുന്നുള്ളൂ. സോനിയും സുധിയും സ്വന്തമായി പലചരക്ക് കട തുടങ്ങിയിട്ടുണ്ട്. സുധിക്കും സുനിക്കും ഓരോ മക്കളുണ്ട്. രണ്ടും പെൺകുട്ടികളാണ്. സ്നേഹ എത്ര കണ്ണുകൾ പിൻവലിച്ചിട്ടും നന്ദനിലും ദേവുവിലുമായി നോട്ടം പോയിക്കൊണ്ടിരുന്നു. എന്ത് ഭംഗിയാണ് ഇരുവരെയും കാണാൻ. സ്നേഹ തന്നെ ഒന്ന് നോക്കി. നല്ലൊരു പട്ടുസാരി തന്നെയാണ്, ആഭരണമുണ്ട്. പിന്നെ എന്താണ് ദേവിക്ക് ഇത്ര പ്രത്യേകത? അവളുടെ സിന്ദൂര രേഖ ചുവന്നു കിടക്കുന്നുണ്ട്. കഴുത്തിൽ 3 പവനോളം തോന്നിക്കുന്ന നീണ്ട താലിമാലയുണ്ട്. അവളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അത് ഇടയ്ക്കിടെ നോക്കുന്ന നന്ദൻ്റെ നോട്ടങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായിട്ടും നന്ദൻ ഇപ്പോഴും ഒരു കാമോനെ പോലെയാണ്. ദേവുവിനോടുള്ള അവൻ്റെ നോട്ടം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. വിവാഹം കഴിഞ്ഞാലും പ്രേമവും സംരക്ഷണവും വിശ്വാസവും ഒരുമിച്ച് നിലനിർത്തണം. സ്നേഹം ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. എത്രയൊക്കെ സമ്പാദ്യം ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ദിനേശും അവളെ നോക്കി നിൽക്കുകയാണ്. സ്നേഹം മോളെയും കൊണ്ട് ഭദ്രകാളിയുടെ നടയിലേക്ക് ചെന്നു. കിഴക്ക് ഭാഗത്തായിട്ടാണ് ഭദ്രകാളി ഇരുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചാൽ കാളി കേൾക്കുമെന്നൊരു പഴഞ്ഞ വിശ്വാസം ഇന്നുമുണ്ട്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാവലിനെ നനച്ച് കണ്ണീർ ഒഴുകി. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മതി, തനിക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞ ജീവിതം കിട്ടും. പക്ഷേ കഴിയുന്നില്ല. കഴിയും. സിന്ദൂര രേഖയിൽ സ്പർശനം അറിഞ്ഞപ്പോൾ സ്നേഹ കണ്ണുകൾ വേഗം തുറന്നു. ദിനേശാണ്. അവൻ്റെ തള്ളവിരലിലും ചൂണ്ടുവിരലുമായി സിന്ദൂരം. ക്ഷമിച്ചൂടെ എന്നോട്? ദിനേശിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്നേഹ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ദക്ഷമോള് വേഗം അവിടെ നിന്നും പോയി. ആ കുഞ്ഞു മനസ്സും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞതും നേരെ വീട്ടിലേക്ക് വന്നു. മക്കളൊക്കെ ഉറങ്ങി. അമ്മയും അവരുടെ ഒപ്പം കിടന്നു. ദേവ് വൈകിട്ട് ഫംഗ്ഷന് പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റിവെച്ചു. ഇടുപ്പിലൂടെ 2 ബലിഷ്ഠമായ കൈകൾ വന്ന് പുണരുമ്പോൾ ദേവ് ഒന്ന് പുഞ്ചിരിച്ചു. ഒറ്റയ്ക്ക് വയ്യാതെയായോ? നന്ദൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഏയ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. പിന്നെ എൻ്റെ അടുത്ത് ചെറിയതുങ്ങൾക്ക് വാശിയുള്ളൂ, അമ്മയുടെ അടുത്ത് നല്ല കുട്ടികളാ. ദേവ് നന്ദന് എതിരെ ഒന്ന് നിന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. നന്ദൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അതൊരു ക്ഷമാപണമാണ്, തൻ്റെ തിരക്ക് കാരണം അവരെ അധികം ശ്രദ്ധിക്കാൻ കഴിയാത്തതിൽ. അത് ദേവു മനസ്സിലാക്കും. 2 കൊല്ലം കൂടിയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അംഗൻവാടിയിൽ വിടാം. ദേവു അവനിൽ നിന്നും മാറി ഡ്രസ്സൊക്കെ മാറ്റിവെച്ചു. നന്ദൻ ഡോർ പോയി ലോക്കിട്ടു. എന്താ നന്ദേട്ട ഉദ്ദേശം? ദേവു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മക്കളൊക്കെ ഉറങ്ങി, അതിന്. നന്ദൻ അവളെ മുറുകെ പുണർന്നു. നന്ദേട്ട എന്ന് രാവിലെയുണ്ട്, പിന്നെ എന്താ ഇപ്പോൾ? നന്ദൻ പല്ല് കാണിച്ച് വിളിച്ചു. ശരിയാണ്, എന്ന് രാവിലെ പുലർച്ചെ എഴുന്നേൽക്കും. മക്കളെ എഴുന്നേൽക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ചാണ് കുളിയൊക്കെ. അപ്പോഴൊക്കെ സംഗമങ്ങളുണ്ടാവും. ചിലപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയുടെ അടുത്തുള്ള മുറിയിൽ വെച്ചാവും. അതെൻ്റെ ഒരു എക്സസൈസ് അല്ലേടി. അവളെയും കൂട്ടി ബെഡിലേക്ക് വീണു. മെല്ലെ അഴിഞ്ഞു വീഴുന്ന ഉടയാടകൾ, ദേവുവിൻ്റെ നെറ്റി മുതൽ കാൽപാദം വരെയുള്ള നന്ദൻ്റെ ചുംബനങ്ങൾ, മാറിൽ പാൽമണത്തിൽ. ദേവു ഒന്ന് ഏങ്ങി. 2 എഴുന്നേറ്റ് കുളിച്ചു വരുമ്പോൾ മാലിന് ചായ വെച്ചിരുന്നു. നന്ദനാകെ നാണമായി. ദേവുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. ആ, മോനെ എഴുന്നേറ്റോ? അവർ വേഗം 2 കപ്പ് ചായ കൊണ്ട് വന്നു കൊടുത്തു. അമ്മയോട് ആരാ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഞാൻ ഉണ്ടാക്കില്ലേ? ദേവ് ചോദിച്ചു. നിങ്ങൾ ഉറങ്ങായിരുന്നില്ലേ? അമ്മയാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റു, അതാ. അമ്മയ്ക്ക് എല്ലാം അറിയാം, പക്ഷേ അറിഞ്ഞില്ലെന്ന് നടിക്കും. ദേവ് ജോലിക്ക് പോയാൽ മക്കളെ നോക്കുന്നത് അമ്മയാണ്. അതുകൊണ്ടാണ് നന്ദനും ദേവും പുലർച്ചെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ച് വീടും ക്ലീനാക്കുന്നത്. വൈകിട്ട് ദേവ് വന്നിട്ട് ചായ വയ്ക്കൂ. വീണ്ടും ഒരു തിങ്കളാഴ്ച. 2 പുലർച്ചെ തന്നെ എഴുന്നേറ്റു. വീട് ഒതുക്കി ഭക്ഷണം തയ്യാറാക്കി. മക്കളെ എഴുന്നേൽപ്പിച്ച് നന്ദൻ കുളിപ്പിച്ച് വിട്ടു. ദേവു അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴേക്കും ചെറിയവർ എഴുന്നേറ്റു. ഇനി ആകെ ഒരു ബഹളമാണ്. നന്ദനും ദേവുവിനും 9:30 ഇറങ്ങണം. അപ്പോൾ തന്നെ മക്കളുടെ ഓട്ടോ വരും. മക്കളെ കയറ്റിവിട്ട് ചെറിയവർക്ക് ഉമ്മയും കൊടുത്ത് 2 ജോലിക്കിറങ്ങും. ബുള്ളറ്റ് കവലയിലെത്തിയപ്പോൾ ഒന്ന് നിർത്തി. ദേവുവിൻ്റെ സ്കൂട്ടി ഇടത്തോട്ട് വളച്ചു. പോകും മുമ്പ് കണ്ണാടിയിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ ചിരി കണ്ടതും നന്ദൻ ചിരിയോടെ ബുള്ളറ്റ് വലത്തേക്ക് തിരിച്ചു. ഹലോ ഫ്രണ്ട്സ്, സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ പാർട്ട് 19 കുറച്ച് പേർ ചോദിച്ചിരുന്നു, അതൊന്നുകൂടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണോ?